100,000 ഓസ്ട്രേലിയൻ ഡോളറാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു 6 കോടി രൂപയോളം വരും. അത്രയും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ എന്തിനാ ഓസ്ട്രേലിയയിൽ വരുന്നത്? മക്കളെ, നിങ്ങൾ കേരളത്തിൽ തന്നെ നിൽക്കൂ പ്ലീസ്. അവൻ്റെതായ കഷ്ടപ്പാടുകളും അവൻ്റെതായ സഹനങ്ങൾക്കും ശേഷം അവൻ 5 വർഷത്തിനുള്ളിൽ അവൻ PR കിട്ടുകയാണ് സുഹൃത്തുക്കളെ, PR കിട്ടുകയാണ്. എല്ലാവർക്കും നമസ്കാരം. മെയ്ഡ് ഇൻ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊണ്ട് ചാനലിൽ ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻറ് ലൈഫിൽ നിന്ന് എങ്ങനെ PR മാറാൻ പറ്റുമെന്നുള്ളതാണ്. എൻ്റെ ചെറിയൊരു സ്റ്റോറിയും പിന്നെ ഈ PR സിസ്റ്റത്തിനെ പറ്റി പറയാമെന്നുള്ളതാണ് മെയിൻ അജണ്ട. PRന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിനൊരു പോയിന്റ്സ് ബേസ് സിസ്റ്റം ഉണ്ട്. ഈ പോയിന്റ്സ് ബേസ് സിസ്റ്റം ഞാൻ നിങ്ങളെ വാക്ക് ത്രൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ച് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ എടുക്കേണ്ടതെന്നുള്ളത് അതിനെപ്പറ്റിയുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, കഥ നടക്കുന്നത് മെൽബൺ എന്ന് പറയുന്ന നഗരത്തിൽ വർഷം 2018. ഒരു യുവാവ് തൻ്റെ വീട്, നാട്ടുകാര്, കുടുംബം, തൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് മെൽബൺ എന്ന് പറയുന്ന നഗരത്തിലേക്ക് പഠിക്കാനായിട്ട് വരുന്നു. അവൻ വരുമ്പോൾ അവൻ്റെതായ കഷ്ടപ്പാടുകളും അവൻ്റെതായ സഹനങ്ങൾക്കും ശേഷം അവൻ 5 വർഷത്തിനുള്ളിൽ അവൻ PR കിട്ടുകയാണ് സുഹൃത്തുക്കളെ, PR കിട്ടുകയാണ്. ഇതാണ് ഒരു ചെറിയൊരു സ്റ്റോറി എന്ന് പറയാനായിട്ട്. 5 വർഷം മുന്നേ ഇതുപോലെ മെൽബണിൽ ഞാൻ മാസ്റ്റേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ് പഠിക്കാൻ വന്നിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ സത്യം പറയാമല്ലോ, എനിക്ക് PRനെ പറ്റി ഒന്നും ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. എനിക്ക് MBA പഠിക്കുക, തിരിച്ച് വീട്ടിൽ പോവുക, അത് മാത്രമേ എൻ്റെ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ മലയാളികളെ പോലെ തന്നെ കുറേ കാശ് ഉണ്ടാക്കി തിരിച്ച് വീട്ടിൽ പോകണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് എന്തായാലും നടന്നില്ല. മാത്രമല്ല, എല്ലാ വർഷവും കഴിയും തോറും നമ്മളിവിടെ കുറച്ചുകൂടെ എന്താ പറയുക ലോക്കാവുകയാണ്. എങ്ങനെയാ ലോക്കാവുക എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടുത്തെ ലൈഫ് സ്റ്റൈലും എന്താ പറയുക, ഇവിടുത്തെ ജോലി, ഇവിടുത്തെ ഫ്രണ്ട്സ് എല്ലാം കൊണ്ട് നമ്മൾ ഇവിടെ കുറച്ചുകൂടെ സെറ്റിൽഡ് ആവുകയാണ്. നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ എല്ലാ കൊല്ലവും ഒരു 2 തവണയിലും നാട്ടിൽ വെക്കേഷന് പോകാറുണ്ട്. അതല്ലാണ്ട് നാട്ടിൽ പോയി ജീവിക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഏകദേശം പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാണ് എൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാനായിട്ട്. അപ്പം നമുക്ക് അടുത്തത് വിസ ആപ്ലിക്കേഷനെ പറ്റി സംസാരിച്ചാലോ? ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് അതായിരിക്കും മിക്കവർക്കും അറിയാൻ താല്പര്യമുള്ളത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മൾ ഗൂഗിളിൽ പോയിന്റ്സ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ imi.homeaffairs.gov.au ഇത് ഗവൺമെൻറ് തന്നെ വെബ്സൈറ്റാണ്. ബാക്കി കുറേ ഏജൻസികളുടെ വെബ്സൈറ്റ് കാണും. പ്രൈവറ്റ് ആയിട്ടുള്ള ഫേംസ് ആണ് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. കാരണം ഇവരുടെ വെബ്സൈറ്റൊക്കെ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് വല്ല ഈ വർഷം തുടക്കത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ആയിരിക്കും. അപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് പൊതുവെ നോൺ ഗവൺമെൻറ് വെബ്സൈറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ബാക്കിയുള്ള വെബ്സൈറ്റുകളെല്ലാം ഒഴിവാക്കുക, ഗവൺമെൻറ് വെബ്സൈറ്റ് മാത്രം കയറുക. അപ്പം നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ കയറുന്നു. അടുത്തത് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഏത് വിസ സബ് ക്ലാസ്സിനാണ് നിങ്ങൾക്ക് ഈ പോയിന്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ താല്പര്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഈ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് നമുക്ക് ടോട്ടലി റിലേറ്റ് ചെയ്യാത്ത ഒരു വിസയാണിത്. കാരണം ഈ ബിസിനസ് PR എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഏകദേശം ഒരു 100,000 ഓസ്ട്രേലിയൻ ഡോളറാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു 6 കോടി രൂപയോളം വരും. അത്രയും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ എന്തിനാ ഓസ്ട്രേലിയയിൽ വരുന്നത്? മക്കളെ, നിങ്ങൾ കേരളത്തിൽ തന്നെ നിൽക്കൂ പ്ലീസ്. അല്ലാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത്, എന്നെ പോലെയുള്ള. അപ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസ സബ് ക്ലാസ് 189 പറ്റിയാണ് പറയുന്നത്. അപ്പോൾ 189 എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് PR ആണ്. ഇൻഡിപെൻഡൻറ്റ് PR കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു സ്റ്റേറ്റിൻ്റെയും
അണ്ടറിൽ അല്ലെ ഒരു സ്റ്റേറ്റിലും നമ്മൾ ഇത്ര നാൾ നിൽക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവില്ല. 189ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾ ഓവർ ഓസ്ട്രേലിയയാണ് നമുക്ക് PR കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് PRന് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർത്തിലോ മെൽബണിലോ സിഡ്നിയിലോ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും വരാം. അങ്ങനെ ഇന്നൊരു സ്റ്റേറ്റിലേക്ക് ലോക്ക്ഡ് അല്ല നിങ്ങൾ. അതേസമയം തൊട്ടടുത്ത വിസ സബ് ക്ലാസ് നോക്കുകയാണെങ്കിൽ സ്കിൽ നോമിനേറ്റഡ് വിസ, ഇതെന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റും അവർ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസിനെ നോമിനേറ്റ് ചെയ്യുകയാണ് അവരുടെ സ്കിൽസ് വെച്ചിട്ട്. സ്കില്ലെന്ന് പറയുമ്പോൾ എന്ത് സബ്ജക്റ്റാണ് അവർ പഠിച്ചത്, ഏത് ഫീൽഡിലാണ് അവർ വർക്ക് ചെയ്തത്, എത്ര പോയിന്റ്സ് ആണ് അവർക്കുള്ളത്, അതെല്ലാം നോക്കിയിട്ട് ആ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്കിൽസ് ഉള്ള ആൾക്കാരെ മാത്രം ഇവർ ആ സ്റ്റേറ്റിന് വേണ്ടി നോമിനേറ്റ് ചെയ്യണം. വിക്ടോറിയ നമ്മളെ ആ ഒരു സ്പോട്ടിലേക്ക് നോമിനേറ്റ് ചെയ്തെന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 8 മാസത്തിനുള്ളിൽ നമുക്ക് PR കിട്ടും. പക്ഷേ ആ PRൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ 190 സബ് ക്ലാസിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ് അടുത്ത് പറയാണ് മിനിമം 2 വർഷം നമ്മൾ ആ സ്റ്റേറ്റിൽ നിന്ന് ജോലി ചെയ്തോളാം. 2 വർഷത്തിന് ശേഷം നമുക്ക് എന്ത് വേണേൽ ചെയ്യാം, അത് നമ്മുടെ അണ്ടറാണ്. പിന്നെ ഓരോരുത്തരുടെ കേസും വളരെയധികം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ കേസ് തന്നെ പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വർഷമാണ് PR ഗ്രാൻഡ് വിസയായിട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇതിനു മുമ്പ് എനിക്ക് ഗവൺമെൻറ് കയ്യിൽ നിന്ന് എനിക്ക് നോമിനേഷൻ കിട്ടിയായിരുന്നു 1 വർഷമോളം മുമ്പ്. അപ്പോൾ ആ നോമിനേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞോണ്ട് ഏകദേശം നമ്മൾ 1 വർഷമോളം നമ്മൾ വെയിറ്റ് ചെയ്യണം നമുക്ക് ആക്ച്വൽ വിസ അല്ലെ ഗ്രാൻഡ് കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എനിക്ക് ആ ഗ്രാൻഡ് ഈ വർഷം കിട്ടിയതിന് ശേഷം എനിക്ക് ജോലി മാറേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു. എൻ്റെ കമ്പനി വേറൊരു കമ്പനി അക്വയർ ചെയ്യായിരുന്നു. എന്ന് വെച്ചാൽ വേറൊരു കമ്പനി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിനെ മേടിക്കുകയായിരുന്നു. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന എംപ്ലോയീസിനെ എല്ലാവരെയും ഒന്നും ട്രാൻസിഷൻ ചെയ്യുന്നില്ലായിരുന്നു ആ പുതിയ ഫേമിലേക്ക്. അപ്പോൾ എൻ്റെ ജോലി പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. എൻ്റെ മാനേജർ നേരത്തെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഭാഗ്യവശാൽ എന്നെ പിരിച്ചുവിടുമെന്നുള്ളത്. അപ്പോൾ ഞാൻ വേറെ ജോലികൾ നോക്കി. മെൽബണിൽ എനിക്ക് ജോലി കിട്ടിയില്ല. അപ്പോൾ എനിക്ക് സിഡ്നിയിലാണ് വേറൊരു സ്ഥലത്ത് ജോലി കിട്ടിയത്. അപ്പോൾ എനിക്ക് സിഡ്നിയിലേക്ക് വരേണ്ടി വന്നു. പക്ഷേ മെൽബണിലാണ് എനിക്ക് നോമിനേഷൻ കിട്ടിയത്, എൻ്റെ വിസയും ഗ്രാൻഡ് കിട്ടിയത്. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ മാറാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പക്ഷെ ഗവൺമെൻറ് പ്രൂഫ് കാണിക്കണം സിറ്റിസൺഷിപ്പിൻ്റെ സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ വേറെ സ്റ്റേറ്റിലേക്ക് മാറിയെന്നുള്ളത്. എൻ്റെ കേസിൽ എനിക്ക് കോൺക്രീറ്റ് ആയിട്ട് എവിഡൻസ് ഉണ്ട്. ഇപ്പോൾ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ ക്രോസ് എന്ന് പറയുന്ന കമ്പനി ഓപ്പൽ ഹെൽത്ത് അക്വയർ ചെയ്യുകയാണ്. അതിൻ്റെ ഇഷ്ടം പോലെ ആർട്ടിക്കിൾ നിങ്ങൾക്ക് ഗൂഗിളിൽ കിടപ്പുണ്ടാവും. അപ്പോൾ എൻ്റെ കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ് സ്കിൽ നോമിനേറ്റഡ് വിസ സബ് ക്ലാസ് 190 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 2 സ്കിൽഡ് വിസയും കൂടെ വരുന്നുണ്ട്. സ്കിൽഡ് റീജിയണൽ പ്രൊവിഷണൽ വിസ സബ് ക്ലാസ് 489ഉം സ്കിൽഡ് വർക്ക് റീജിയണൽ പ്രൊവിഷണൽ വിസ സബ് ക്ലാസ് 491ഉം. ഈ 489ൻ്റെ എനിക്ക് വലിയ കാര്യമായിട്ട് ഡീറ്റെയിൽസ് അറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇതിനെപ്പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ലാസ്റ്റ് ഈ ലിസ്റ്റിനകത്ത് വരുന്നത് സ്കിൽഡ് വർക്ക് റീജിയണൽ വിസയാണ്, അഥവാ സബ് ക്ലാസ് 491. ഈ 491 വിസയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പേര് പോലെ തന്നെ റീജിയണൽ സ്കിൽഡ് വർക്ക് വിസയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു റീജിയണൽ ഏരിയയിൽ പോവാണ്. ഇപ്പോൾ ബല്ലാരറ്റ് അല്ലെങ്കിൽ ജിലോങ്, അങ്ങനെ കുറേ റീജിയണൽ ഏരിയകളുണ്ട് നമ്മുടെ മെൽബണിനകത്ത്. ഇപ്പോൾ സിഡ്നിയിലും അങ്ങനെ കുറേ സ്റ്റേറ്റിലും ഉണ്ട് കേട്ടോ. ഞാൻ ഉദാഹരണത്തിന് മെൽബണിൻ്റെ കേസാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു റീജിയണൽ ഏരിയയിൽ നമുക്കിപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു ജോബ് ഓഫർ കിട്ടി നമ്മൾ അങ്ങോട്ടേക്ക് മാറുക എന്ന് വിചാരിച്ചോ. നമ്മൾ മുന്നത്തെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഇത്ര നാൾ നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 2 വർഷം നമ്മൾ ബല്ലാരറ്റി നിൽക്കണം, അല്ലെ 2 വർഷം ജിലോങ്ങിൽ നിൽക്കണം എന്ന് നിർബന്ധമായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ. പക്ഷേ ഈ വർഷം അവർ പുതിയൊരു അപ്ഡേറ്റ് ഈ ഒരു കാറ്റഗറിയിൽ കൊണ്ടുവന്നു.
നമ്മൾ റീസെൻ്റായിട്ട് ഗ്രാജുവേറ്റ് ആയിരിക്കുന്നവർ, അതായത് ജസ്റ്റ് ഡിഗ്രി പാസ് ഔട്ട് ആയത്, ഇപ്പോൾ ബാച്ചിലേഴ്സ് ആവാം, മാസ്റ്റേഴ്സ് ഡിഗ്രി ആവാം, അങ്ങനെ റീസെൻറ്റ് ഗ്രാജുവേറ്റ്സ് ജോബ് ഓഫർ ഇല്ലേ പോലും നമുക്ക് 491 നമ്മൾ എലിജിബിൾ ആണ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ജോബ് ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 3-4 മാസമെങ്കിലും നമ്മൾ അതിൻ്റെ പുറകെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ എത്ര ഇൻ്റർവ്യൂ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നറിയാമോ? 4 ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1 ഇൻ്റർവ്യൂ ആയിരിക്കും സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്നത്. സോ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ് ഇവിടെ ഒരു ജോലി കണ്ടുപിടിക്കുക, പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. നമ്മൾ വർക്ക് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് അല്ലെ നമ്മൾ പഠിച്ച ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് 491 വിസന് കിട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ 491 വിസയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് PR പാത്ത് വേ ആണ്. അപ്പോൾ നമുക്ക് 3 വർഷത്തെ അല്ല 5 വർഷത്തെ വിസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ PR എലിജിബിൾ ആണ് ഈ 491 വിസ. അതുകൊണ്ടാണ് ഇതിന് ഇപ്പോൾ കുറേ ഇൻട്രസ്റ്റ് ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഞാൻ ഇതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കേസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് സബ് ക്ലാസ് 190ക്കാണ്. അപ്പം നമ്മൾ 190 വിസയ്ക്ക് പോകുന്നു. വിച്ച് ഏജ് ബാൻഡ് ഡു യു ഫിറ്റ് ഇൻ ടു? അപ്പോൾ ഞാൻ എൻ്റെ ഏജ് ഗ്രൂപ്പ് പറയാമെന്നുണ്ടെങ്കിൽ 25 to 33 ആണ്. ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഏജ് ഗ്രൂപ്പും ഇത് തന്നെയായിരുന്നു, 25 to 33 ആണ്. ഞാൻ ഇത് എന്തുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നതെന്നറിയാമോ? നമ്മൾ പോയിൻറ്റ്സ് ബേസ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഉള്ളത് ഈ 25 to 33 ആണ്. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണോ എന്ന് എനിക്കറിയില്ല, അതിൻ്റെ പോയിന്റ് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഏകദേശം ഒരു 15-20 പോയിന്റ് കിട്ടും നമുക്ക്. ഇതിന് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് കിട്ടുന്ന ഗ്രൂപ്പാണിത്, രണ്ടാമത്തെ കേട്ടോ, അത് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഏജ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കരുത്. PR എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി മാത്രമായിരിക്കാം നിങ്ങളുടെ ഫോക്കസ്. സ്റ്റഡീസോ ബാക്കിയുള്ളതെല്ലാം സെക്കൻഡ് ആയിരിക്കും. ഓക്കെ. രണ്ടാമത്തെ, നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എബിലിറ്റി. ഇത് PTE അഥവാ IELTS വെച്ചിട്ടാണ് ഇവർ നമ്മളെ ലാംഗ്വേജ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. PTE ഞാൻ എഴുതിയ സമയത്ത് ആദ്യം എഴുതിയപ്പോൾ എനിക്ക് ആകെപ്പാടെ 7 ഉണ്ടായിരുന്നുള്ളൂ. ഞാനെങ്കിലും എൻ്റെ PR ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഏകദേശം ഒരു 2-3 മാസത്തിന് ശേഷം ഞാൻ ഒന്നുകൂടെ PTE എഴുതി. ആ സമയത്ത് എനിക്ക് PTE 8 കിട്ടിയായിരുന്നു. ഏറ്റവും ഹയസ്റ്റ് ബാൻഡ് സ്കോറാണത് നമ്മുടെ ഓസ്ട്രേലിയൻ വെബ്സൈറ്റിൽ. അപ്പോൾ അതിന് മാത്രം 20 പോയിന്റ് കിട്ടും എക്സ്ട്രാ. അപ്പോൾ ഞാനിവിടെ സുപ്പീരിയർ ഇംഗ്ലീഷ് കൊടുക്കുകയാണ്. എൻ്റെ കേസാണ് ഞാനിവിടെ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പോയിന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റാവുന്നതാണ്. ഓക്കെ. പിന്നെ ഓവർസീസ് സ്കിൽഡ് എംപ്ലോയ്മെൻറ്റ്. എൻ്റെ കേസിൽ യാതൊരു എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി എനിക്ക് ഔട്ട്സൈഡ് ഓസ്ട്രേലിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ലെസ് ദാൻ 3 ഇയർ കൊടുത്തു. അതായത് 0 പോയിൻറ്റ്സ് ആണ് നമുക്ക് ഇതിന് കിട്ടാൻ പോകുന്നത്. ഓക്കെ. പിന്നെ ഓസ്ട്രേലിയൻ സ്കിൽഡ് എംപ്ലോയ്മെൻറ്റ്, ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് ഒരു ജോലി കിട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ സ്കില്ല് അല്ലെങ്കിൽ എൻ്റെ എംപ്ലോയ്മെൻറ്റ് പോയിൻറ്റ്സ് ഞാൻ ഇതിന് ക്ലെയിം ചെയ്തില്ല. കാരണം എനിക്ക് 1 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ലെസ് ദാൻ 1 ഇയർ കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗണിൽ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. മാസ്റ്റേഴ്സ് ഡിഗ്രി ഞാൻ ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യും. ഓക്കെ. ഇതിനകത്ത് സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുന്ന ഈ ലിസ്റ്റിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. അപ്പം ഞാൻ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തു. ഓക്കെ. പിന്നെ ഡു യു ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിഗ്രി ഡിപ്ലോമ ട്രേഡ് ക്വാളിഫിക്കേഷൻ ഫ്രം ആൻ ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതെന്താണ് ഇവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഓസ്ട്രേലിയയിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ആയോ, ആ ഒരു ഡിഗ്രി നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഡിപ്ലോമ ട്രേഡ് ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? എൻ്റെ കേസിൽ അതെ, ഞാൻ MBA ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ PR അപ്ലൈ ചെയ്തത്. അപ്പം ഞാനിവിടെ യെസ് കൊടുത്തു. അപ്പോൾ ഇതിനൊരു 5 പോയിന്റ് കൂടെ കിട്ടും കേട്ടോ. പിന്നെ ഡു യു ഹാവ് മാസ്റ്റേഴ്സ് ഡിഗ്രി ബൈ റിസർച്ച് ഓർ ഡോക്ടറേറ്റ് ഡിഗ്രി. ഓക്കെ, ഇത് സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. ഇവർ ചോദിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ബൈ റിസർച്ച്
ഇപ്പോൾ PhD ആവാം അഥവാ മാസ്റ്റേഴ്സ് ആവാം കേട്ടോ. അത് ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾക്ക് അവാർഡ് ചെയ്തിരിക്കുന്നത്. അത് മിനിമം 2 വർഷത്തെ സ്റ്റഡി ആയിരിക്കണം അത്. പിന്നെ ഇത് സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫീൽഡുകളിൽ ഉള്ള ഫീൽഡിൽ നിന്നാണോ നിങ്ങൾ ഈ ഡോക്ടറേറ്റ് അഥവാ മാസ്റ്റേഴ്സ് എടുത്തതെന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. എൻ്റെ കേസിൽ ഞാൻ മാസ്റ്റേഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്, പക്ഷേ അത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അപ്പോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല, കാരണം അത് ഇവർ ഈ പറയുന്ന ഫീൽഡിനകത്ത് എന്തായാലും ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ നോയാണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ക്രെഡൻഷ്യൽഡ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ്, ഇത് മെയിനായിട്ട് പറയുന്നത് നാട്ടി എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, നാഷണൽ അക്രഡിഷൻ അതോറിറ്റി ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ആൻഡ് ഇൻ്റർപ്രിറ്റേഴ്സ്. അപ്പോൾ ഇത് ഒരു ടെസ്റ്റാണ്, ബേസിക്കലി 1/2 മണിക്കൂറിൻ്റെ ഒരു ടെസ്റ്റാണ്. ഇതിൽ 2 കോൺവെർസേഷൻ ഉണ്ടാവും. നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയും മലയാളം കോൺവെർസേഷൻ കേട്ടിട്ട് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യും. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ആകെപ്പാടെ 1/2 മണിക്കൂറിൻ്റെ ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇത് പാസ്സായിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എക്സ്ട്രാ ഒരു 5 പോയിന്റ് കിട്ടും. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ നാട്ടിക്ക് എഴുതാൻ വേണ്ടി ഞാൻ കൊടുത്തിരുന്നു, പക്ഷെ അതിന് മുന്നേ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി. അപ്പം ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്തില്ലായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇത് റീഫണ്ട് ചെയ്തു. കാരണം ഇതിന് എൻ്റെ ഓർമ്മ ശരിയാണ് ഏകദേശം $800 എങ്ങാണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം എന്തായാലും കൂടിയിട്ടുണ്ടാവും, $1000 ആയി കാണും. അപ്പോൾ പക്ഷേ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ ആ ഒരു 5 പോയിന്റ് കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് അപ്ലൈ ചെയ്തത് തന്നെ. ഞാൻ ഇതെന്തായാലും ചെയ്യാൻ പോയ ഒരു വ്യക്തിയാണ്. ദൈവം സഹായിച്ച് അതിന് മുന്നേ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി, അതുകൊണ്ട് എനിക്കിത് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി ഇൻ റീജിയണൽ ഓസ്ട്രേലിയ. അപ്പോൾ നിങ്ങൾ ഈ പഠിക്കാൻ വന്നിരുന്ന ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ റീജിയണൽ ഏരിയയിലാണ് കംപ്ലീറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ അഡീഷണൽ ഒരു 5 പോയിന്റ് കൂടെ കിട്ടും. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ റീജിയണൽ ഏരിയയിലല്ല പഠിച്ചത്, അപ്പോൾ ഞാൻ നോയാണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ പാർട്ട്ണർ സ്കിൽസ്, നിങ്ങളിപ്പം മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ വൈഫ് PTയും പിന്നെ സ്കിൽ അസസ്മെൻറ്റും ചെയ്യുക എന്നുണ്ടെങ്കിൽ, 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 10 പോയിന്റ് കിട്ടും. അതേസമയം വെറും PT മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 5 പോയിന്റ് കിട്ടും. പിന്നെ നിങ്ങൾ സിംഗിളാണ്, കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഒരു ഓസ്ട്രേലിയൻ സിറ്റിസൺ അഥവാ പെർമനൻറ്റ് റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ 10 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും സ്ട്രൈറ്റ്. അപ്പോൾ ഞാൻ ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ സിംഗിളായിരുന്നു, അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിരുന്നത്. എനിക്ക് ആ 10 പോയിന്റ് അങ്ങനെ തന്നെ കിട്ടി. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഇയർ ആണ്. ഓക്കെ, പ്രൊഫഷണൽ ഇയർ എന്ന് പറയുന്ന സംഭവം ഒരു ടൈപ്പ് എഡ്യൂക്കേഷനാണ്. ഇവിടെ നമ്മൾ ഡിഗ്രീന് ശേഷം നമ്മൾ ഇന്റേൺഷിപ്പ് പോലത്തെ ഒരു ടൈപ്പ് എഡ്യൂക്കേഷൻ നമ്മളിവിടെ ചെയ്യും. അതിന് പ്രൊഫഷണൽ ഇയർ എന്ന് പറയുന്നത് ഏകദേശം 1 വർഷത്തെ ദൈർഘ്യമാണ് ഈ കോഴ്സുകൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചേക്കുന്ന ഫീൽഡ് ഇപ്പോൾ എൻജിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ എൻജിനീയറിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഇയറിൽ ചെയ്യാൻ പറ്റും. ഇതിന് 2 ഗുണമാണുള്ളത്. ഒന്ന്, നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രൊഫഷണൽ ഇയർ ചെയ്യുന്നത് എപ്പോഴും ഗുണകരമായിട്ടുള്ള സംഭവമാണ്, ജോലി കണ്ടെത്താൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഇയറിന് 5 പോയിന്റ് കിട്ടുമെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർക്കുന്നില്ല, കുറേ നാളായി. ഇത് പോയിന്റ്സ് ബേസിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാകാൻ പറ്റും എത്രയാണെന്നുള്ളത്. അപ്പോൾ 5 അല്ലെങ്കിൽ 10 പോയിന്റ് പ്രൊഫഷണൽ ഇയറിന് കിട്ടും കേട്ടോ. എൻ്റെ കേസിൽ ഞാനിത് ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഞാൻ നോ അടിക്കുകയാണ് ഇവിടെ. ലാസ്റ്റ്, ഹാവ് യു ബീൻ ഇൻവൈറ്റഡ് ടു അപ്ലൈ ഫോർ സ്കിൽ നോമിനേറ്റഡ് വിസ ആൻഡ് നോമിനേറ്റിംഗ് സ്റ്റേറ്റ്. ഇതിനകത്ത് ബ്രേക്ക് ഡൗൺ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ ഇയർ ഞാൻ യെസ്സാ കൊടുത്തിരുന്നെങ്കിൽ എത്ര പോയിന്റാണ് വരുന്നതെന്ന് നോക്കട്ടെ. ഓക്കെ, പ്രൊഫഷണൽ ഇയറിന് 5 പോയിന്റ്സ് ആണ്, കൺഫേം ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കേസിൽ ഇല്ല, അപ്പം നമ്മൾ നോ അടിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻവൈറ്റഡ് ടു അപ്ലൈ ഫോർ സ്കിൽ നോമിനേറ്റഡ് വിസ, അതായത് നമ്മൾ EOI എന്ന് പറയുന്ന ഒരു സംഭവം, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, പിന്നെ ROI രജിസ്ട്രേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം, ഈ 2 ഡോക്യുമെന്റ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. നമ്മൾ
190 എന്ന് പറയുന്ന സ്കിൽ നോമിനേറ്റഡ് വിസയ്ക്ക് നമ്മൾ വെക്കുമ്പോൾ ഉള്ള ഒരു പ്രോസസ്സാണ് EOAയും ROAയും. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സിലും ഇടുക. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ റെക്കോർഡ്സ് കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഞാൻ ഇതിനു വേണ്ടി ചെയ്തതെന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് നേരത്തെ എനിക്ക് PTA എഴുതി വെറും 7 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പോയിന്റ്സ് എന്ന് പറയുന്നത് 10 പോയിന്റ് ആയിരുന്നു. അതേസമയം ഞാൻ PT രണ്ടാമത് എഴുതിയപ്പോൾ എനിക്ക് 80 പോയിന്റ്സ് PTയിൽ കിട്ടി. അതായത് ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ എനിക്ക് 20 പോയിന്റാണ്. ഇച്ചിരി കൺഫ്യൂസിങ് ആണെന്ന് എനിക്കറിയാം. ആകെപ്പാടെ ഇത്രേ ഉള്ളൂ. PT നമുക്ക് IELTS പോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ബേസ്ഡ് ടെസ്റ്റാണ്. അതിൻ്റെ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 80 സ്കോറാണ്. ആ 80 സ്കോർ കിട്ടുമ്പോൾ ഇമിഗ്രേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 20 പോയിൻ്റാണ് നമ്മുടെ ആപ്ലിക്കേഷന് കിട്ടുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നത്. ജാനുവരി 5 ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഞാൻ ജാനുവരി മാസം നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ എന്താ പറയുക, ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ആ ഗവൺമെൻറ് മെയിൽ വരുന്നത്. അയ്യോ, അത് ഭയങ്കര വലിയൊരു ഫീലായിരുന്നു കേട്ടോ. ഇൻവിറ്റേഷൻ നമ്മുടെ കൈ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അളിയ, അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒന്നാമത് നമ്മൾ നാട്ടിൽ വീട്ടുകാരുടെ ഒപ്പം നിൽക്കുന്നത് തന്നെ ഭയങ്കര വലിയൊരു ഫീലാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് അതേസമയം ഇൻവിറ്റേഷനും കൂടെ കിട്ടുക എന്ന് പറയുന്നത് അത് ശരിക്കും എന്താ പറയുക, ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. എല്ലാവരുടെയും ബ്ലെസ്സിങ്ങും എല്ലാവരുടെയും ഹാപ്പിനെസ്സും എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. വളരെയധികം ചെറിഷബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് PR ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സും പോയിന്റ് ബേസ്ഡ് സിസ്റ്റവും എന്നും പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര അധികം ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഓക്കെ എൻ്റെ ഓഡിയൻസിന് ഈ ഒരു ടൈപ്പ് കണ്ടന്റ് ആണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് പോകാൻ എനിക്ക് വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും കണ്ടുമുട്ടട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.